ആസിഫിൻ്റെ ഇഷ്യൂ നടന്നപ്പോൾ ഫേസ്ബുക്കിലൊരു കിടിലൻ സാധനം വന്നു. അതായത് ഒരാൾ വിനായകനെ ടാഗ് ചെയ്തിട്ട് നിങ്ങളിതിൽ എന്താ ഒന്നും പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ടാഗ് ചെയ്ത് അയാളെ പ്രകോപിപ്പിക്കാൻ നോക്കി. അപ്പോൾ അതിന് വിനായകൻ ആ കമൻറ്റ് വന്നിട്ട് അയാളുടെ ശൈലിയിൽ തന്നെ തെറി വിളിച്ചുകൊണ്ട് ഒരു കമൻറ്റ് ഇട്ടു. അപ്പോൾ അതിപ്പം കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട്. അപ്പോൾ അതിനോട് പ്രതികരിക്കുന്നുണ്ടോ, എന്താണ് അനുകൂലിക്കുന്നുണ്ടോ അതോ പ്രതികരിക്കുന്നുണ്ടോ, എന്താണ് അഭിപ്രായം? ഇതിൽ ഈ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളാണുള്ളത്. അതായത് 2 പോയിന്റാണ്. അതായത് ഒന്നാമത്, വിനായകൻ ഈ ലോകത്ത് നടക്കണ ഭൂമിയിൽ നടക്കണ സർവ്വ കാര്യങ്ങളിലും കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് വിനായകനെ ടാഗ് ചെയ്തത് മനഃപൂർവ്വം ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 2, വിനായകൻ ഒരു മനുഷ്യനാണ്. സെലിബ്രിറ്റി ആയതുകൊണ്ട് അയാളുടെ സ്റ്റാൻഡേർഡ്സ് മാറോ കുറയോ കൂടോ അങ്ങനെയൊന്നുമില്ല. തെറി വിനായകനും വിളിക്കാം. ഇതൊരു പബ്ലിക്കിൽ വന്ന് തെറി വിളിക്കുമ്പോൾ മറ്റുള്ളവരത് കാണുമ്പോൾ അവർക്ക് അത് എഫക്ട് ചെയ്യാവുന്നത്, അതാണ് ഇവിടുത്തെ വിഷയം അല്ലേ റോജി? അതെ, എനിക്ക് അനുഭവം പറഞ്ഞ 2 കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. അതായത് ഒന്നാമത്തെ കാര്യം, വിനായകൻ എല്ലാ കാര്യത്തിലും പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? വിനായകൻ എല്ലാ കാര്യത്തിലും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സഹപ്രവർത്തകന്റെ ഒരു വിഷയം, വിനായകൻ സിനിമയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ സഹപ്രവർത്തകന്റെ ഒരു വിഷയം നമ്മൾ പോലും ചർച്ച ചെയ്തു, മനസ്സിലായോ? അപ്പോൾ സഹപ്രവർത്തകന്റെ ഒരു വിഷയത്തിൽ വിനായകന് വേണമെങ്കിൽ ഇടാം. വിനായകൻ എല്ലാത്തിലും തൊടുന്നതും തൊടാത്തതുമായ എല്ലാ വിഷയങ്ങളും പോസ്റ്റ് ഇട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ്. പറയാം, ആ കമന്റ് ചെയ്ത വ്യക്തി വളരെ മാന്യമായിട്ട് ചോദിച്ചാൽ വിനായകൻ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ വിനായകൻ റെസ്പോൺസിബിൾ ആണ്. ആ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് വിനായകന്റെ ഉത്തരവാദിത്തമാണ്. സിനിമയിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞ വിഷയമാണ്. അമ്മ സംഘടന വരെ സപ്പോർട്ട് ചെയ്തു. പിന്നെ അവർക്ക് മാറിയെന്ന പോലെ ഞാൻ പറട്ടെ, ബാക്കി പൊളിറ്റിക്സ് ഒക്കെ വിട്. സിനിമ മേഖല വിനായകനുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണല്ലോ. വിനായകൻ നിൽക്കുന്ന മേഖലയാണ്. ആസിഫ് അലി ഫ്രണ്ടാണ്, മറ്റു വ്യക്തിയും ഫ്രണ്ടാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, വിനായകൻ ചെയ്തത് വളരെ വൃത്തികെട്ട പരിപാടിയാണ്. എന്താ കാര്യം എന്ന് പറയുമ്പോൾ, വിനായകൻ തെറി വിളിച്ചിട്ട് കുഴപ്പമില്ല, പക്ഷെ അമ്മേനെ കൂട്ടി തെറി വിളിക്കരുത്. മനസ്സിലായി? അമ്മേനെ കൂട്ടി തെറി വിളിക്കരുത്. അതിപ്പോൾ വിനായകനല്ല, ഇനി മമ്മൂട്ടിയല്ല, മോഹൻലാലല്ല, അത് ആരാണെങ്കിലും ആ ചെയ്തത് തെണ്ടിത്തരായിപ്പോയി. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. കാരണം എന്താ പറയുമ്പോൾ, നമ്മൾ നമ്മുടെ അമ്മേനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. മനസ്സിലായി? അപ്പോൾ വിനായകൻ്റെ അമ്മേനെ എങ്ങനെയാണ് ബഹുമാനിക്കുന്നത് ആ കമൻറ്റ് നോക്കി നമ്മൾ വിലയിരുത്തണം. അതോ വിനായകൻ്റെ അമ്മയ്ക്ക് എന്ത് വില ആ വീട്ടിലുണ്ടെന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അതാണ് പറയുന്നത്. വേറെ ഞാൻ പറഞ്ഞ അച്ഛനെ കൂട്ടി പറഞ്ഞിട്ട് പോട്ടെ, അത് എന്ത് തെറിയാ പറഞ്ഞത്? അത് സെക്ഷുവലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അത് ഒരു സെക്ഷുവൽ വേർഡായിട്ട് പോലും അതിലും വളരെ മോശമായി പോയി ആ പറഞ്ഞ വേർഡ്. എന്താ പറയുക, അങ്ങനെ ഞാനൊരു കർഷകനാണ്, അതുകൊണ്ട് നിന്റെ അമ്മയുടെ വലിയ ഞാറ് നടന്ന ഞാൻ പിടിക്കില്ല, ഞാറ് നടാന്നൊക്കെ പറയുന്നത് അത് എന്ത് തരം ചിന്ത? അതിന് മാത്രം ഇപ്പം എന്താ പറഞ്ഞ കമന്റ് നാളെ എന്താ പറഞ്ഞത്? അത് അമ്മേനെ കൂട്ടി തെറി വിളിക്കണ്ടേ? ഞാൻ കാണട്ടെ, എല്ലാ മനുഷ്യരും വന്ന പോയിന്റ് തന്നെയല്ലേ അത്. വിനായകൻ വന്നതും ഞാനും വന്നതും നീ വന്നതും എല്ലാം ആ പറയുന്ന ആ പോയിന്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ അതിനെ കാണുന്ന ആ ഒരു സെക്ഷൽ സാധനമായിട്ടല്ല കാണുന്നത്. മനസ്സിലായോ? അതിനെ ഒരു പ്രായമായി, അവനിപ്പോൾ ഈ വിളിച്ചവൻ്റെ അമ്മ എന്ന് നമ്മൾ വിളിക്കുമ്പോഴും അതൊരു പ്രായമായൊരു സ്ത്രീ ആണല്ലോ. ആ പ്രായമായൊരു സ്ത്രീക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം ഉണ്ടല്ലോ. നമ്മൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? വേറെ എന്ത് തെറി വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അമ്മേനെ കൂട്ടിയാൽ വിളിക്കുന്ന തെറി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളെല്ലാവരും അമ്മ എന്നാണ് വിളിക്കുന്നത്. അല്ല വിനായകൻ്റെ അമ്മ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അമ്മ, മോഹൻലാലിൻ്റെ അമ്മ, അനുവിൻ്റെ അമ്മ, ജുബിയുടെ അമ്മ എന്നൊന്നുമില്ല. നമുക്ക് അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു വേടുണ്ട്, നമുക്കുണ്ടാവുന്നൊരു സാധനമുണ്ട്. അത് വെച്ചിട്ട് എന്ത് തെറി പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതിനിപ്പോൾ ആര് വിളിച്ചാലും വളരെ വൃത്തികെട്ട പരിപാടിയായി പോയി. തെറി വിളിച്ചതിനോട് അത് അങ്ങനെ ഒരു പ്രയോഗം പബ്ലിക്കലി പറഞ്ഞതിൽ എനിക്കും എതിർപ്പുണ്ട്. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീയിങ് എല്ലാ കാര്യത്തിലും പുള്ളിയെ ചൊറിയുന്ന ഒരു സെറ്റപ്പ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും നടക്കുന്നുണ്ട്. കാരണം എന്ത് കാര്യം പറഞ്ഞാലും വിനായകൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ വിനായകൻ എല്ലാവരും വിളിച്ചു പറയും, ഇത് വെച്ച് വാർത്തയാക്കും. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ആളുടെ, ആ പോസ്റ്റ് ഇട്ട ആളുടെ ഐഡിയ ആണ്. പക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കാരണം എന്താണ്? ഇതിന് ഒരു മറുവാദമുണ്ട്. റോജിബ പറഞ്ഞ പോലെ, ഞാൻ പറയുന്ന പോലെ, അല്ലെങ്കിൽ അനു പറഞ്ഞ പോലെ ഒരു മറുവാദമുണ്ട്. ഈ 3 പേരുടെ പെർസ്പെക്റ്റീവ് നമ്മൾ സംസാരിക്കുന്നുള്ളൂ. പക്ഷെ എന്തിന് ഈ മലയാളി ഇങ്ങനെ ആകുന്നു? അത് ഈ തെറിവിളിയുടെ രാഷ്ട്രീയത്തെ പറ്റി ഇതിനു മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ വിഷയം എന്താണെന്നറിയോ? ഒരു സെലിബ്രിറ്റി ആയി കഴിയുമ്പോൾ നമുക്ക് സമൂഹത്തോടൊരു കമ്മിറ്റ്മെന്റ് കുറച്ച് കൂടുതലാണ് ഒരു സാധാരണ മനുഷ്യനെക്കാളും. കാരണം സെലിബ്രിറ്റിയുടെ വാക്ക് കേൾക്കാനും അല്ലെങ്കിൽ അയാൾ എന്താ പറയണമെന്ന് ശ്രദ്ധിക്കാനും ഇമിറ്റേറ്റ് ചെയ്യാനും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ സെലിബ്രിറ്റി എന്തും പബ്ലിക്കലി പറയുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണ്ടേ അല്ലേ? നമ്മൾ പറയാണ്, നമ്മൾ കണ്ട സെലിബ്രിറ്റി ഇങ്ങനെ ആയിരിക്കില്ല, ഒളിച്ചെഴുതാണോ? ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സെലിബ്രിറ്റി ആണെന്നോ ഇനിയിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനാണെന്നോ ഇനിയിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നൊന്നും അല്ല അർത്ഥം. ഞാൻ പറഞ്ഞ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തെറി വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ
നമ്മൾ ആ പറഞ്ഞ വീടില്ല അമ്മേനെ കൂട്ടിയിട്ടുള്ള തെറി ഉണ്ടല്ലോ, അത് ആര് വിളിച്ചാലും അതൊരു എന്താ പറയുക, അത് നമ്മളെല്ലാവരും അമ്മയുടെ വയറ്റിൽ തന്നെ ജനിക്കുന്നത്. അത് വളരെ മോശമില്ല ചെയ്യുന്നത്. അല്ല, റോജി പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആ സമ്മതിച്ചു തെറി വിളിച്ചത് മോശമാണ്, പക്ഷേ എന്തുകൊണ്ട് വിനായകൻ അത് വിളിച്ചു? നമ്മളൊരു കാര്യം പറയുമ്പോൾ, നമ്മളിപ്പം ഒരു കൊലപാതക കുറ്റം അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ പറയും എന്താണ് ഇതിൻ്റെ കാരണം. കോടതി അത് നോക്കും, പോലീസുകാർ അതും അന്വേഷിക്കും. എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യം? എനിക്ക് വിനായകനെ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. വിനായകൻ്റെ ആറ്റിറ്റ്യൂഡ്, വിനായകൻ്റെ സ്വഭാവം, വിനായകൻ്റെ അഭിനയം, വിനായകൻ വന്ന വഴി, വിനായകൻ്റെ രാഷ്ട്രീയം എല്ലാം ഓക്കെയാണ്. പക്ഷേ എങ്കിൽ പോലും എവിടെയൊക്കെയോ കിളി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അതിപ്പോൾ ഇതിന് മുൻപ് ഞാൻ വിനായകൻ തന്നെയല്ലേ പൊളിറ്റിക്കലായ ഇഷ്യൂസ് ഇടുന്നത്, ശരിയാണോ? വിനായകന്റെ FB എടുത്തു നോക്കി കഴിഞ്ഞാൽ മുഴുവൻ തെറിയാ. ആണോന്നോ? വിനായകൻ ഇടുന്ന പോസ്റ്റിന് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച പോകുന്നത്, അതൊക്കെ സ്വാഭാവിക. പക്ഷെ ഇത് കുറച്ച് വൾഗറായിപ്പോയി. അപ്പോൾ ഒരാളുടെ ബേസിക് നേച്ചർ ആണല്ലേ, സെലിബ്രിറ്റി ആയാലും സാധാരണക്കാരനായാലും ആ സാധനം വിട്ടു പോവില്ല. അല്ല, ഈ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ ഗ്യാങ്ങിലും നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലും കാണും എന്ത് പറഞ്ഞാൽ തെറി വിളിക്കുന്ന ഒരു ഫ്രണ്ട്. നമ്മളിപ്പോ റീൽസ് എന്നാലും ബ്രോജി പറഞ്ഞുള്ളൂ, എന്നാലും അവർ അച്ഛനെ വിളിക്കും, പക്ഷെ അമ്മയെ വിളിക്കുന്ന ആൺകുട്ടികൾക്ക് അമ്മമാരോട് സത്യമായിട്ടും നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇപ്പൊ അറിയാതെ എങ്ങാനും അമ്മയെ ചേർത്തോളം തെറി വിളിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സമയം പെടാ അത് വേണ്ട, അവനെ രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കില്ല, മോശമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ജീവിതത്തെ വിളിക്കൂല. നമ്മള് 10 മാസം നമ്മൾ പ്രസവിച്ച് നമ്മൾ ആ ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് നമ്മളൊരു കുഞ്ഞായിട്ട് ജനിച്ച് നമുക്ക് നമ്മുടെ അമ്മയോട് ഉത്തരവാദിത്തമില്ലെങ്കിൽ ഉറപ്പാണ് അവനവൻ്റെ ഭാര്യയോടോ നാട്ടിലുള്ള സ്ത്രീകളോടോ ഇനി അവൻ്റെ മകളോട് പോലും അവൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ അമ്മേനെ കൊള്ളുള്ള സാധനം ഇല്ല, അത് ടോക്കും ഇല്ല, സംസാരിക്കാൻ വേണ്ട, ആ വിഷയങ്ങളില്ല അവിടെ വെച്ച്. ഇയാൾക്ക് ഈ ആളുകൾ ഇത് കാണും, നമ്മൾ ജനങ്ങൾ ഇതിനെതിരെ റിയാക്ട് ചെയ്യും, അങ്ങനത്തെ യാതൊരു തോന്നലുകളും ഇല്ലേ? അല്ല, പുള്ളിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പം പുള്ളി സംസാരിക്കുന്നത് പോടാ പുല്ല് എന്ന രീതിയില്ല. വിനായകൻ്റെ നേച്ചർ അങ്ങനെയാണ്. വിനായകൻ എന്ത് കാര്യം സംസാരിച്ചാലും, ഇപ്പം കുറച്ചാൾ മുമ്പ് ഒരു മാധ്യമപ്രവർത്തിയായിട്ടുള്ള വാക്ക് തർക്കം ഉണ്ടായപ്പോഴും അയാൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, മീ ടു എന്ന് പറഞ്ഞ സാധനം. ഇത്രയും വലിയ കുറ്റം ചെയ്തിട്ട് മീ ടു എന്നൊരു സിമ്പിൾ ടേമിലേക്ക് ഇതിനെ ഒതുക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അത് ഒരാൾക്ക് നേരെ ഉണ്ടാകുന്ന സെക്ഷൽ അബ്യൂസ് അത് നിങ്ങൾ മീ ടു എന്നതിൻ്റെ ഓമന ക്യൂട്ടായിട്ടുള്ള പേരിൽ നിങ്ങൾ ഒതുക്കുകയാണെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി പറയുന്നതിന് അതിൻ്റെ പിന്നിലുള്ള ആ വാക്കിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. പാലിച്ചു എന്ത് രസമുള്ള ഡയലോഗാണ് പുള്ളി പറഞ്ഞത്. വലിയൊരു അബ്യൂസിനെ നിങ്ങൾ ക്യൂട്ടായിട്ടുള്ള മീ ടു എന്ന് പറഞ്ഞ വാക്കിൽ ഒതുക്കുകയാണ്, അതാണോ ചെയ്യേണ്ടത് എന്നാണ് പുള്ളി ചോദിച്ചത്. അപ്പോൾ പുള്ളിയുടെ തോട്ടും സാധനങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇപ്പം പറയുന്ന പോലെ നമ്മളിപ്പം വിനായകനെ ഒരു വെസ്റ്റേൺ ഒരു ലുക്കിലൂടെ കാണാൻ ചിന്തിക്കുന്ന ഒരു റീഡിങ് ഉണ്ടായിരുന്നു. അതായത് പുള്ളിയുടെ പോയിന്റ്സ് എല്ലാം വരുന്നത് ഈ മലയാളി സദാചാരം അല്ലെ മലയാളി തോട്ട് പ്രോസസ്സിൻ്റെ മേളിലാണ്. കാരണം ഇയാൾ ചിന്തിക്കുന്നത് ഇപ്പം ഒരു ഇംഗ്ലീഷ് സിനിമയിൽ വാട്ട് ദ എന്ന് പറയുന്ന സാധനം കോമണാണ്. അവർ ഇപ്പം US ഇപ്പം എഫ് ചേർത്തിട്ടുള്ള വേർഡ് ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടെ ചേർക്കും, എഫ് ചേർത്തിട്ടുള്ള വേർഡ് ഓസമിൻ്റെ കൂടെ ചേർക്കും, അമ്മയോടൊപ്പം ചേർക്കും. അത് ഓക്കെയാ, അവർ കൾച്ചർ അത് ഓക്കെയാണ്. ആ എഫ് വേർഡ് നമുക്ക് കേട്ടാൽ നമുക്ക് അയ്യാണ്, നമുക്ക് ദേഷ്യം വരും, നമുക്ക് നാണക്കേടാണ്. പക്ഷെ അത് ആ ഒരു പ്രോസസ് പുള്ളിയുടെ തോട്ടിലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. പക്ഷെ നീ റൊമാൻറ്റിസൈസ് ചെയ്യണ്ട വിനായകൻ ഇപ്പൊ ആ നീ പറഞ്ഞ കേസിൽ മീ ടു പറഞ്ഞില്ലേ, അത് പുച്ഛിച്ചുകൊണ്ടിട്ടുള്ളൊരു രീതിയിലാണ് വിനായകൻ അന്ന് സംസാരിച്ചത്. മീ ടു എന്താണ് അതിന്റെ അർത്ഥം? അങ്ങനെയാണ് വിനായകൻ ചോദിച്ചത്, അല്ലാതെ വിനായകൻ അങ്ങോട്ട് പുകഴ്ത്തി അവിടെ കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. റൊമാൻറ്റിസൈസ് ചെയ്യാൻ പറ്റിയ സാധനമല്ല. ഈ പറയുന്ന മറ്റ് ഈ സിനിമയിലെ മറ്റ് സംഘടനകൾ എന്തെങ്കിലും സിനിമാപരമായിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് അവർ ഒരു വാർത്താ പ്രസ്താവന ഇറക്കുന്നു, അവർ അതിനൊരു ആക്ഷൻ എടുക്കണം എന്ന് പറയുന്നു ഉണ്ട്. ഇതേ സാധനം വിനായകൻ ചോദിച്ചിട്ടുണ്ട്. വേറൊരു സ്ത്രീക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അപ്പോൾ സിനിമയിലെ സ്ത്രീകൾ മാത്രമാണോ സ്ത്രീകൾ? ബാക്കിയുള്ള സ്ത്രീകളല്ലേ?
നമ്മൾ ആ വിഷയത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് പൊളിറ്റിക്സ് മീറ്റുവിന് ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. അല്ല നമ്മൾ കാണുന്നതല്ല മീറ്റു എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന സ്ത്രീകൾ വെളിച്ചത്തും വരുന്നില്ല. അവർ ഇന്ന് സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീറ്റുവിന്റെ പേരിൽ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ രീതിയിലുള്ള എന്താ പറയാ മറ്റേതൊക്കെ ഉണ്ടല്ലോ അറ്റംപ്റ്റ്, അതെല്ലാവരും ഒരു സൈഡിൽ നിന്ന് ഒരു കൂട്ടം സ്ത്രീകൾ നിന്ന് നന്ന കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ അതാണ്, പുള്ളിയുടെ തോട്ട് തന്നെ വേറെ രീതിയിലായിരിക്കും. ചിലപ്പം പുള്ളിക്കിട്ട് കൊട്ടുന്ന ആളിനെ വേറെ കാര്യമുണ്ട്. വിനായകൻ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഈ പറഞ്ഞ മോശം വാക്കുപയോഗിച്ചതിൻ്റെ പേരിൽ മാത്രമല്ല. റോജുവ പറഞ്ഞ പോലെ അമ്മയെ ചേർത്തൊരു സാധനം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ എല്ലാവർക്കും കൊള്ളുന്നത്. പക്ഷേ ഇതുപോലെ ഒത്തിരി സെലിബ്രിറ്റീസ് ഉണ്ട്. ഒരു സാധനം ചൊറിഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു കമൻറ്റ് വന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ചൊറിഞ്ഞ് കഴിയുമ്പോൾ അയാൾ തിരിച്ച് മറുപടി പറയും. അയാൾക്ക് സന്തോഷമായി. അയാൾക്ക് വേണ്ടെന്താ എൻ്റെ പോസ്റ്റിൽ വിനായകൻ കമൻ്റ് ഇട്ടോ. ഇതാണ് പ്രൊവോക്ക് ചെയ്യുന്നത്. ആ ഒരു കമൻറ്റിലൂടെയാണ് അയാൾ അത് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനൊരു വിനായകൻ എങ്ങനെ ജീവിക്കണമെന്ന് അനുവോ ഞാനോ റോജിയോ പറഞ്ഞിട്ടല്ല അയാൾ ജീവിക്കുന്നത്. അയാൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ചൊറിയാൻ പോയിട്ട് മാന്ത് കിട്ടി, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ആർക്ക് മാന്ത് കിട്ടി എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ആർക്കാ പ്രശ്നം? ഞാൻ പറയട്ടെ, ഒരു ഫേസ് ഐഡിയയിൽ വന്ന ഒരുത്തന്റെ അമ്മയ്ക്ക് വിനായകൻ വിളിച്ചു, ഓക്കെ, ഇപ്പൊ അവനിപ്പോ എന്ത് സംഭവിക്കാൻ അതിനകത്ത് കൂടി പോയി. ഇപ്പോ നമ്മളിപ്പോ വിനായകനെ വലിച്ചു കീറി അങ്ങനെ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിനായകൻ നല്ല നടനാണ്. ഒരുപാട് പല കാര്യങ്ങളും നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വിനായകൻ ചെയ്യുന്നുണ്ട്. അതൊന്നും നമുക്ക് മനസ്സിലാവും. കാരണം വിനായകൻ വേറൊരു ഐഡന്റിറ്റിയിലും വേറെ തിങ്കിങ്ങിലും ജീവിക്കുന്ന വ്യക്തിയാണ്, നല്ല നടനാണ്. പക്ഷേ അമ്മേനെ കൂട്ടി തെറി വിളിക്കുന്നത് അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് അംഗീകരിക്കാനും പറ്റില്ല. അത് വളരെ മോശമാണ്. നമ്മൾ അത് സമൂഹത്തോട് ചെയ്യുന്നതും നമ്മുടെ വീട്ടുകാരോട് ചെയ്യുന്നതും നമ്മുടെ സ്വന്തം അമ്മയോട് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അത്തരത്തിലുള്ള സ്ത്രീകളെ വെച്ചിട്ട് അത്ര വലുതാറ്റി പറയാതിരിക്കുക. തെറി പറയുന്നത് അത്ര നല്ല കാര്യമല്ല. തെറി പറയട്ടെ, നല്ല കാര്യം. പക്ഷെ അമ്മേനെ കുട്ടി പറയും.